ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ, വൈകിട്ട്. അപ്പൊ ഞാനിന്ന് ഡിന്നറിന് ചപ്പാത്തി ചിക്കനും വേണമെന്നാണ് ആശുണ്ണി പറയാനായിട്ടില്ല, ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുമ്മാ ഒരു ചിക്കൻ ചപ്പാത്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ചിക്കൻ റാപ്പ് അല്ലെങ്കിൽ ചിക്കൻ റോള് പോലെ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതിന്റെ റെസിപ്പി ഒന്ന് കാണിച്ചത് ഒന്നുമില്ല, സിമ്പിൾ ആണ് കേട്ടോ. പിന്നെ ആ കുഞ്ഞി അവിടെ അവന്റെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഭ്രാന്ത് പിടിച്ച കളിയിലാണ് കേട്ടോ. ആശു ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റ് ഒരു നേന്ത്രപ്പഴമൊക്കെ കഴിച്ച്, ഒരു പൊട്ടി നേന്ത്രപ്പഴമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉറങ്ങിയ ഗ്യാപ്പില് ഞാൻ പണികൾ നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിവിടെ ഡെലിവറി കഴിഞ്ഞ് വന്നത് മുതൽ പറയുന്ന ചേട്ടനോട് കേട്ടോ, എന്റെ സ്റ്റിച്ചിങ് മെഷീൻ ഒന്ന് മേലെ കൊണ്ടുവന്നിട്, ആ റൂം അല്ലെങ്കിലേ സ്പേസ് ഇല്ല, റൂമിനകത്ത് സകല സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ആ സ്റ്റഡി ടേബിളും കൂടെ വന്നപ്പോ റൂം കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ അതിങ്ങോട്ട് എടുത്തു വെക്കുക, മേലോട്ട് എടുത്തു വെക്കുന്നു. എവിടെ, അത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് തട്ടിത്തടഞ്ഞു പോകും. അവസാനം ഞാൻ തന്നെ അതിങ്ങോട്ട് കയറ്റി വെച്ചു കേട്ടോ, മേലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടോ. ഇതിന്റെ ബാക്കി ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതും കൂടെ എനിക്ക് അതിൽ സെറ്റ് ചെയ്യണം. അപ്പോ ചപ്പാത്തി തന്നെ പറ്റുള്ളൂ കേട്ടോ, കാരണം മൈദയൊക്കെ കുറച്ച് അൺഹെൽത്തി ആയതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊന്നും അത് പറ്റില്ല, ഒരു ഡയബറ്റിക് ആയതുകൊണ്ട്. അപ്പോ ചപ്പാത്തി തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്, വേറെ എന്താ പറയാ, വേറെ ബ്രെഡൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. സോ അന്ന് ചപ്പാത്തിക്കുള്ളതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്, ഇനി അത് ഉണ്ടാക്കണം. ആൻഡ് ഞാനിവിടെ നേരത്തെ തന്നെ ക്യാബേജും സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒരു പച്ചക്കറി ആകുണി കഴിക്കില്ല. ഞാൻ അതിനകത്ത് ക്യാരറ്റും ബീൻസൊക്കെ കിടക്കുന്ന കണ്ട പിന്നെ എനിക്കത് പെറുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ക്യാബേജ് പിന്നെയും കഴിക്കും. ശരി, അപ്പൊ അത് മാത്രം ഞാൻ തൽക്കാലം എടുത്തിരുന്നു. പിന്നെ മയണൈസ്, പിന്നെ ഈ വക സാധനങ്ങളൊക്കെ മിക്സ് ആക്കുക, റാപ്പിയെ കഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മെയിൻ സാധനം ഉണ്ട് ചിക്കൻ. പാല് വെച്ചിട്ടാണ് ഞാൻ മയണൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ പാലില് ഞാൻ കുറച്ച് ക്രീം ചേർത്തിട്ടുണ്ട്. ക്രീമിൽ പാല്, ക്രീം, ഓയില്, ഉപ്പ്, പഞ്ചസാര, വിനാഗിരി, ഇതൊക്കെ എല്ലാം ആഡ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാബേജും സവാളയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളിതിൽ ചേർക്കുക, കഴിക്കുമ്പോൾ അടിപൊളി ആയാൽ മതി, അത്രയേ ഉള്ളൂ. എൻ്റെ റൂൾ അതാണ്. സോ ഗൈസ്, രഞ്ജോട്ടൻ ഡയറ്റിലാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. എന്തിനാ ഡയറ്റ് എന്ന് മാത്രമാണ് എനിക്ക് അറിയാത്തത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ലതാ മനുഷ്യ, ഇങ്ങനെ മതി, എന്തിനാ ഡയറ്റ് എടുക്കുന്നത്. അപ്പൊ കുറച്ച് വയറ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആളെ എപ്പോ ഓഫീസ് ഡ്യൂട്ടി അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, വർക്കൗട്ട് ചെയ്താൽ മതി. അതിന് മടിയാട്ടോ, വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയാ. അപ്പൊ ഇല്ല, ഇപ്പൊ ഡയറ്റും ഉണ്ടോ വർക്കൗട്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഡയറ്റ് ഞാൻ പറഞ്ഞപ്പോ രഞ്ജോട്ട ഗ്ലൂട്ടൺ കാർബൊക്കെ ഒഴിവാക്കിക്കോ പറഞ്ഞു. അപ്പൊ അതെന്താ, അതെ ചപ്പാത്തി ചോറൊക്കെ കഴിക്കാണ്ട് വെജിറ്റബിൾസ് അങ്ങനത്തെ പ്രോട്ടീൻ അങ്ങനത്തെ സാധനം കഴിച്ചോ പറഞ്ഞു. അപ്പൊ ആകെ അവിടെ ചപ്പാത്തിയും ചോറും, ഒന്നില്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ചോറ്, ഒന്നില്ലെങ്കിൽ ഉണക്ക റൊട്ടി അല്ലെങ്കിൽ ഉണക്ക റൈസ്. ഇതില് ഞാൻ രണ്ടു ഒഴിവാക്കി പിന്നെ ഞാൻ എന്താ കഴിക്കാൻ പറയുന്നത്. എന്തെങ്കിലൊക്കെ നിൽക്കുന്ന പറ്റണ പോലെ ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ, അപ്പൊ എന്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാൻ, ഞാനാണെന്ന് ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് വന്നിരുന്നു കേട്ടോ. ആകുണി. എന്നിട്ട് ചിലപ്പോ അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഫോൺ, അല്ലെങ്കിൽ ടി വി, അല്ലെങ്കിൽ ബഹളം. ഇതാണ്, ഫോൺ ഉണ്ടില്ലെങ്കിലും വേണ്ടില്ല, ടി വി കണ്ടാലും വേണ്ടില്ല, ഫോണ് കാണാതിരുന്നാൽ മതി എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. ടി വി ഞാനൊക്കെ ചെറുപ്പത്തില് ടി വി തന്നെ ആയിരുന്നു കേട്ടോ ഫുള്ളും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാതെ നമ്മുടെ അവിടെ പുറത്ത് പോയി, ഇത് റോഡ് സൈഡ് ആയിരുന്നു ശരി. അപ്പോ ഇവിടെ അങ്ങനെ പറയാ കേട്ടോ, റോഡ് സൈഡ് അല്ലെങ്കിൽ ഉള്ളിലോട്ട് എന്ന് പറയും. ഇവിടെ ഇവര് തൊട്ടടുത്തടുത്ത വീടുകൾ ചിക്കന്റെ കാലം എൻ്റെ അമ്മേ അങ്ങനെ ആയിട്ട്. അപ്പൊ എനിക്ക് അവിടെ കളിക്കാനൊന്നും ആരുമില്ല ചെറുപ്പത്തില്. സോ ചെറുപ്പത്തിൽ ആരും കളിക്കാനൊന്നും ഇല്ലാത്ത എന്റെ കസിൻസ് കാരണം വീട്ടില് ഞാൻ എന്റെ വീടിന്റെ ബാക്ക് സൈഡ് തോടിയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഉണ്ടല്ലോ എന്റെ കസിൻസ് വരണം, എന്നാലാണ് ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. പേടിയാണ് ഒന്നാമത്, പാമ്പ് പല്ലി സാധനങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ പോവാറുമില്ല. സ്കൂൾ വിട്ട് വന്ന് ടി വി ഒക്കെ ടോം ആൻഡ് ജെറി കാണാൻ ഇരിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ തന്നെയാണ് എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയാനുള്ളത്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഇതുപോലെ വിരുന്ന് പോയ അവരുടെ അവിടെയൊക്കെ ഉണ്ടാവും പാടം പറമ്പൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മുടെ അവിടെ ഒരു കുന്തുമില്ല, ഒരു ഹോട്ടലായിരുന്നു. ഹോട്ടലിൽ എന്തെങ്കിലുമൊക്കെ ആവും, പൊറോട്ട ആവും, ഇറച്ചിയാവും, കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ മെലിഞ്ഞ്, എന്താ പറയാ,
എന്താ പറയുന്നത് ഓർമ്മയില്ല. കൊതു മൊസ്കിറ്റോ എന്നാണ് പറയുന്നത്. എന്ത് കഴിച്ചാലും മെലിഞ്ഞിട്ടായിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ ഡൈവേർട്ടായി പോയി. ഞാനിതുപോലെ സ്കൂൾ വിട്ട് വന്ന ടി വി ആണ്. പിന്നെ സ്കൂളില്ലാത്ത ദിവസവും ടി വി കാണുക. മെയിനായിട്ട് കാർട്ടൂൺ, ടോം ആൻഡ് ജെറി, പിന്നെ ഏഷ്യാനെറ്റിലെ സീരിയലുകൾ. ഇതായിരുന്നു മെയിൻ പരിപാടി. പിന്നെ രാത്രി 10:30 11 മണിക്കോ മറ്റേ വിശ്വസിച്ചാലില്ലെങ്കിലും പറഞ്ഞ സംഭവം ഉണ്ടാവുമല്ലോ, ആ പ്രോഗ്രാം. ഞങ്ങള് ഒരു 12 ഞങ്ങള് എല്ലാരും കൂടെ, ഞാനും അച്ഛമ്മയും കൂടെ ഹാളിലാണ്, പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, 3 നാളും കൂടെ ഹാളിലാണ് കിടക്കുക. ഹാളില് ടി വി ഒക്കെ വെച്ച് 12 മണി വരെ ടി വി ഓടും. ചിലപ്പോ ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും, എന്നാലും ഇങ്ങനെ ടി വി ഓടുന്നുണ്ടാവും. അപ്പൊ എന്റെ അച്ഛൻ വന്നിട്ട് ആട്ടും, അപ്പൊ ഓഫ് ചെയ്യും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ടി വി കാണുന്നതിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളങ്ങനൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിള്ളേരുടെ കൂടെ പോയി കളിച്ചോ എൻജോയ് ചെയ്തോ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിടുന്നത് കേട്ടോ. വിട്ടാലോ ചോദിച്ചു, എന്റെ ദൈവമേ, ഇടിക്ക് അടി, ഇടി വെട്ട്, കുത്ത്, കല്ലും കൊണ്ടേറ്, കാലും കൊണ്ടടി, ഇതൊക്കെയാണ്. അപ്പൊ പിന്നെ തോന്നും ടി വി കണ്ടോണ്ടിരുന്ന അതാ നല്ലത് തോന്നും. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഏറും കുത്തൊക്കെ കൊള്ളട്ടെ, എന്നാ തന്നെ ശരിയാവുള്ളൂ. പിന്നെ കുറെ കളിക്കുകയോ പൊത്തി കളിക്കുകയോ ഓടിക്കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. എന്റെ വീട്ടില് വെക്കേഷനായി വിരുന്ന് പോയാല് അല്ലെങ്കിൽ വിരുന്ന് വന്നാല് ഒക്കെയാണ് അങ്ങനത്തെ കളികളൊക്കെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ ഈ ടി വി അഡിക്റ്റ് തന്നെയായിരുന്നു. ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ മുഴുകിയിരുന്ന പിന്നെ വേറെ ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല. എന്നെ വിളിച്ചാലൊന്നും ഞാൻ അറിയുന്നില്ല, അങ്ങനെയായിരുന്നു. അപ്പോ ചപ്പാത്തി 5-6 റെഡി ആയിട്ടെന്ന് ഞാന് ഇപ്പൊ ആശുണ്ണി എഴുന്നേറ്റു കേട്ടോ. ആശുണ്ണി ഞാന് മൈനോസ് ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റു. അപ്പൊ അവൻ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അവന് കഴിക്കാനൊക്കെ കൊടുക്കണമല്ലോ. അപ്പോഴേക്കും ഇതൊക്കെ സെറ്റാക്കട്ടെ. ഞാൻ കൈയോടെ ചപ്പാത്തിക്കുള്ളത് നോക്കാം. ഒരു സൈഡ് പരത്തുക, ഒരു സൈഡ് ചുട്ടെടുക്കുക. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബാക്കി സവാള, പിന്നെ മയനൈസ് ചേർക്കാം. നല്ല തിക്കായിട്ടോ മയനൈസ്. കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം ഇവർക്കൊന്നും അധികം മയനൈസ് ഇഷ്ടമല്ല. കുറച്ച് ചേർക്കുന്നുള്ളൂ, ഇത്രയും മതി. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചു വെച്ചതാട്ടോ. അതായത് ചിക്കനിൽ എന്തൊക്കെയാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാല്, തൈരിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിയില, അതാണ് അതിന്റെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. മല്ലിയില, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ, വല്ല പെരുംജീരകോ, ഇനി പുതിനയിലയോ, മല്ലിയിലയ്ക്ക് പകരം പുതിന യൂസ് ചെയ്യാം, തക്കാളി വേണം യൂസ് ചെയ്യാം, എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ തൽക്കാലം ഇതെല്ലാം ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് ചിക്കൻ ഞാൻ എന്നിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോൺ സ്റ്റിക്കിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. നന്നായി വെന്ത് വരണേ. ഷാലോ ഫ്രൈ ചെയ്താണ്, അല്ലാതെ മുക്കി പൊരിച്ചെടുത്തിരിക്കുകയല്ല കേട്ടോ, ഡീപ് ഫ്രൈ ചെയ്തതല്ല. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. വേണേ നിങ്ങൾക്ക് പിച്ചി ഇടാം, ഇതാകുമ്പോ കഴിക്കാൻ എളുപ്പമല്ലേ പറഞ്ഞിട്ട് നമ്മളെല്ലാം എളുപ്പപ്പണിയാണല്ലോ, അതുകൊണ്ട് മിക്സിയിലിട്ട് ഒരൊറ്റ കറക്കല്. അത് ചപ്പാത്തി റെഡി ആയിരുന്നു. ചപ്പാത്തിന്റെ ഷേപ്പ് ഒന്നും മൈൻഡ് ചെയ്യരുത് കേട്ടോ, അതൊന്നും നോക്കരുത്. അതിലോട്ട് കുറച്ച് മസാല വെക്കുക. മസാല എന്താ സാധനം, ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് കഴിക്കാനല്ലേ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്യാം. റെഡി. കഴിക്കാൻ പോകുമ്പോൾ അങ്ങനെ റെഡി ആക്കിയാൽ മതി കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ അല്ലറ ചില്ലറ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ്, മതി, ടേസ്റ്റ് ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും കൊടുക്കട്ടെ. ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അവിടെ ഒരുത്തനെ ഇനി മേലെ കൊടുക്കാൻ വേണ്ടി വിളിക്കണം. ആശുണ്ണിക്ക് ഞാൻ മേലൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കിടത്തിയിട്ടുണ്ട്. അതിന്റെ പരിപാടികളൊക്കെ ഇനി ഇവനെ വിളിക്കാനാണ് പണി. അവിടെ ടി വിയില് കണ്ടില്ലേ, നോക്കാം, ഇങ്ങനത്തെ ഗെയിമിങ്ങിന്റെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുക. ഇതാണ് മെയിൻ പണി. മദ്യമായിട്ടുണ്ട്. അവനെയോ മേലേക ബാബാ വിരിച്ചതിനൊക്കെ എന്താക്കിയോ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്നെടുത്തണ്ട. ദിസ് ഈസ് ദ ഒറിജിനൽ ലാംഗ്വേജ് ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുക. ആവണേ ഇടിക്ക് ഞാൻ
വാ. സോ ഗൈസ് കറണ്ട് പോയിരിക്കുന്നു. ലാഷിനി എന്താ വേൾഡ് കപ്പായിട്ട് പവർ കട്ട് ഉണ്ടാവില്ല പറഞ്ഞിട്ട് അത് അപ്പോഴായിരിക്കില്ലേ 12:00 കറണ്ട് പോയിട്ട് ഞങ്ങൾ കിടക്കണം. ഇവിടെ ഫാനില്ലാണ്ട് ഞങ്ങൾ ഉറങ്ങില്ല അല്ലേ? അയ്യോ സന്തോഷം സന്തോഷം. ഇവിടെയും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ സീരിയസ് ആയിട്ട്? ഒന്നുമില്ല. നമ്മുടെ റാപ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫിഗറിന് ഏകദേശം കേട്ടോ. കൊള്ളാം. നീയും കണ്ടതാ? എന്താണെന്നറിയോ, സീരിയൽ കണ്ടോണ്ടിരിക്കുക, അത് കാണിച്ചു കൊടുക്കുക. അടുത്ത ടാസ്ക്കാണ് കേട്ടോ. 2 താറാവുകളുണ്ട്. അവരെ പിടിച്ച് കൂട്ടിനകത്ത് ഇടണം. ഈ വൃത്തികെട്ട ബ്ലഡി ഫൂൾസ് കൂട്ടിനകത്ത് കയറുന്നില്ല. ആവണിയേ ഇവിടെ വാ, ഇത് പിടിക്കും അടുത്തേക്ക് വാ. വീഡിയോ എടുക്കട്ടെ. എല്ലാവരും സ്വാഗതം. നമ്മളൊരു താറാവിനെ എടുക്കണ ഒരു വീഡിയോ ആണ് എടുക്കാൻ പോണത്. കുറച്ച് കണ്ടില്ലേ അവനെ കാണാൻ പോകുന്നു. മണി നടക്ക് റൂമിക്ക് നടക്ക്. സോ ഗൈസ് അടുത്തതൊരു ടാസ്ക് ആണ് കേട്ടോ. വലിയൊരു ടാസ്ക്കാണ്. എനിക്കല്ല ആവണിക്കാണ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഖ എഴുതണം. അതെനിക്കും ടാസ്ക്കാണ്. ഞാൻ അവനെ എഴുതിപ്പിക്കണം. എങ്ങനെ എഴുതും? ഓക്കെ സ്റ്റാർട്ട്. കൈ വിടരുത് കേട്ടോ. പോട്ടെ കൈ എടുക്കരുത്, വിരൽ എടുക്കരുത്. പോട്ടെ. യെസ് മനസ്സിലായില്ലേ? സിമ്പിൾ, ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ചന്തി ചൊറിയുണ്ടോ? പക്ഷെ സാരില്ല, ചൊറിഞ്ഞിട്ടൊക്കെ യെസ്. അവിടെ ഒരു ഗ്യാപ്പ് വന്നോ? ഒരു ഗ്യാപ്പ് വരരുത് കേട്ടോ. തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ്? അങ്ങനെ തന്നെ. എവിടെ? അതാണ് ഇത് തെറ്റി. അപ്പോൾ മായ്ച്ചിട്ട് എഴുത്. ചന്തമുണ്ട് കേട്ടാ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. കാല് സൂപ്പർ, നല്ല സൂപ്പർ. ശുന്തിരിക്കൽ കുഞ്ഞിക്കൽ. ബാബറങ്ങ. അപ്പോൾ ബാബറങ്ങ സമയത്തുണ്ട്. ഉറങ്ങ. നമുക്ക് ഉറങ്ങാം. അപ്പോൾ ബഹളങ്ങളാണ്. ഇവരെയൊക്കെ ഉറക്കല്ല, അവനെ പഠിപ്പിച്ച് അല്ല ഇവനാദ്യം ഉറക്കിയിട്ട് വേണം അവനെ പഠിപ്പിച്ചിട്ട് പിന്നെ അവനെ ഉറക്കാം. പായലമിട്ടായി അതുകൊണ്ടാണ് അതായി പോകണം. അത് നമ്മുടെ തപ്പൂട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. സന്തോഷം, ആഹ്ലാദം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മിഠായി കാരണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വീട്ടിലും ഈ ബഹളങ്ങളൊക്കെ ആണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാ വാ, അവനും വരട്ടെ. വേറെ പൊട്ടിത്തെറിയിലേ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.